ദൈവനാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. എനിക്ക് സൈനിക നിൽക്കുവാനും ഒരു സംഗീതം പ്രബോധിപ്പിക്കാനും ദൈവം നൽകിയ നല്ല അവസരത്തോട് സ്തുതിക്കുന്നു. നമുക്കെല്ലാ ദൈവത്തിൽ ഒരുമിച്ച് ചെയ്യുന്നതിൽ നിന്ന് സങ്കീർത്തനങ്ങൾ 13 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ ചേർന്ന് വായിക്കാം. സങ്കീർത്തനങ്ങൾ 13 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങൾ. യഹോവേ, എത്രത്തോളം നീ എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേൽ ഉയർന്നിരിക്കും? എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരം അരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. ഞാൻ അവനെ തോൽപ്പിച്ച് കളഞ്ഞെന്ന് എൻ്റെ ശത്രു പറയരുതേ. ഞാൻ ഭ്രമിച്ചു പോകുന്നതിനാൽ എൻ്റെ വൈരികൾ ഉല്ലസിക്കുകയും അരുതേ. ഞാനോ നിൻ്റെ കരുണയിൽ ആശ്രയിക്കുന്നു. എൻ്റെ ഹൃദയം നിൻ്റെ രക്ഷയിൽ ആനന്ദിക്കും. യഹോവേ, എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ആമേൻ. ഹല്ലേലൂയ. നമുക്കെല്ലാ ദിവസവും ഒരുമിച്ച് ഇരിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ദാവീദിൻ്റെ ഒരു സങ്കീർത്തനമാണ്. തുടങ്ങുന്നത് ഇങ്ങനെ: യഹോവേ, നീ എത്രത്തോളം എന്നെ മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം നിൻ്റെ മുഖത്തെ ഞാൻ കാണാതെ വണ്ണം മറയ്ക്കും? ഹല്ലേലൂയ. നമ്മൾ പലപ്പോഴും ഞങ്ങളുടെ പ്രതിസന്ധി വരുമ്പോൾ, സങ്കടങ്ങൾ വരുമ്പോൾ, കണ്ണുനീര് വരുമ്പോൾ, കഷ്ടത വരുമ്പോൾ, നിരാശ വരുമ്പോൾ ദൈവത്തിന് മുഖത്ത് നോക്കി നിങ്ങൾ ചോദിക്കുന്നൊരു ചോദ്യമാണ്: നീ എന്നെ എത്രത്തോളം മറന്നുകൊണ്ടിരിക്കും? നീ എത്രത്തോളം ഞാൻ കാണാതെ മറന്നുകൊണ്ടിരിക്കും? ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ചോദിക്കുന്ന ചോദ്യമാ: കർത്താവേ, നീ എന്താ എന്നെ മറന്നുപോയോ? കർത്താവേ, നീ എന്താ എന്നെ ഉപേക്ഷിച്ചോ? അപ്പനെ, നിനക്കെന്താ എന്നെ വേണ്ടേ? ഹല്ലേലൂയ. കണ്ണുനീരിലും പ്രതിസന്ധിയിലും നിരാശയിലും ഇരുന്ന് ഓരോരുത്തരും ചോദിക്കുന്ന ചോദ്യമാ. ഹല്ലേലൂയ. അങ്ങനെയെങ്കിൽ പ്രിയ ദൈവമക്കളെ, നമ്മൾ ഇയ്യോബിനെ കുറിച്ചൊന്ന് ഓർത്ത് നോക്കിയേ. എന്തുമാത്രം കഷ്ടത അനുഭവിച്ചു, എന്തുമാത്രം നിന്ന അനുഭവിച്ചു, എന്തുമാത്രം പരിഹാസം അനുഭവിച്ചു. എന്നിട്ടും എൻ്റെ അപ്പനെ തള്ളി പറഞ്ഞില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എത്രത്തോളം ഞാൻ എൻ്റെ ഉള്ളിൽ വിചാരം പിടിച്ച് എൻ്റെ ഹൃദയത്തിൽ ദിവസം പ്രതി ദുഃഖം അനുഭവിക്കേണ്ടി വരും? എത്രത്തോളം എൻ്റെ ശത്രു എൻ്റെ മേലുയർന്നിരിക്കും? ഹല്ലേലൂയ. കഷ്ടതയുടെ വക്കിൽ നിന്നുകൊണ്ട് ചോദിക്കുക: എത്രത്തോളം നീ എൻ്റെ കണ്ണുകൾ അടയ്ക്കും? പ്രിയ ദൈവമക്കളെ, കണ്ണുകൾ അടയ്ക്കുന്ന ദൈവമല്ല നിന്നോടൊപ്പം ഉള്ളത്. ഹല്ലേലൂയ. ഞാൻ ഇന്നിവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ, ഹല്ലേലൂയ, നിങ്ങളെല്ലാവരും എനിക്കൊരു വലിയൊരു അപകടമുണ്ടായത് അറിഞ്ഞു കാണും. ഹല്ലേലൂയ. ആ വലിയ അപകടത്തിൽ നിന്ന് രക്ഷിച്ച് പുറത്തു കൊണ്ടുവന്ന ദൈവമാണ്. ഹല്ലേലൂയ. കണ്ണടച്ചിരുന്നെങ്കിൽ അവിടെ നിന്ന് ഇല്ലാതാകേണ്ടതായിരുന്നു ഞങ്ങൾ ഒരുമിച്ച്. ഹല്ലേലൂയ. ഒരു വലിയ വാഹനാപകടം. ഹല്ലേലൂയ. ഇന്ന് ആ വാഹനത്തിലാണ് ഞാൻ വന്നേ. ഹല്ലേലൂയ. എത്രത്തോളം എൻ്റെ ദൈവം എന്നെ നടത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. അതെ, കണ്ണടയ്ക്കുന്ന ദൈവമല്ല, നിന്നെ കാക്കുന്ന ദൈവമാ. കണ്ണടച്ച് മറഞ്ഞിരിക്കുന്ന ദൈവമല്ല, നിന്നെ ഒപ്പം കരുതുന്ന ദൈവമാ. ഹല്ലേലൂയ. നിനക്ക് വരുന്ന കഷ്ടത, ഇന്ന നേരം നീ അനുഭവിക്കുന്ന പ്രതിസന്ധി, അത് കുറച്ച് നേരത്തേക്കേ ഉള്ളൂ. ഹല്ലേലൂയ. നീ ചേർന്ന് നിൽക്കുകയാണെന്നെങ്കിൽ, നീ ഒപ്പം നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ നിന്റെ ഇന്ന് വന്നിരിക്കുന്ന കഷ്ടത നീങ്ങിപ്പോം. ഹല്ലേലൂയ. എൻ്റെ ദൈവമായ യഹോവേ, കടാക്ഷിക്കണമേ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പാൻ എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. കണ്ണുനീരോടെ പറയുക: എൻ്റെ മഹാദൈവമേ, എന്നോട് കടാക്ഷിക്കണമേ. അപ്പനെ, നമ്മളെല്ലാം പറയുന്നവരാ. എന്നോട് കൃപയുണ്ടാകണമേ കർത്താവേ, എനിക്ക് ഉത്തരമരുളണമേ കർത്താവേ. ഞാനിന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ, ഞാനിന്ന് അനുഭവിക്കുന്ന നിരാശയിൽ, അപ്പനെ, എനിക്ക് ഉത്തരമരുളണമേ. ഞാൻ മരണനിദ്ര പ്രാപിക്കാതിരിപ്പേണ്ടതിന്, ഹല്ലേലൂയ, എൻ്റെ കണ്ണുകളെ പ്രകാശിപ്പിക്കണമേ. എനിക്ക് അപ്പൻ്റെ മുഖം നോക്കിക്കാണണം. എനിക്ക് ആ പ്രകാശമുള്ള മുഖം നോക്കിക്കാണണം. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഞാൻ അവനെ തോൽപ്പിച്ചുവെന്ന് എൻ്റെ ശത്രുക്കൾ പറയരുതേ. ഹല്ലേലൂയ. മരണത്തിന് മുഖം കൊടുത്തിരിക്കുന്നവരെ, നിങ്ങൾ മരിക്കുവാൻ തയ്യാറായി നിൽക്കുന്നെങ്കിൽ നിന്റെ മുൻപിൽ നിന്ന് ശത്രു പറയും: നീ ദൈവത്തിൻ്റെ മുൻപിൽ തോറ്റുപോയെന്ന്. ഹല്ലേലൂയ, ഹല്ലേലൂയ.
നീ ഇന്ന് മരിക്കുവാൻ തീരുമാനിച്ചിട്ടുണ്ടെങ്കിൽ നീ അത് മാറ്റിവെക്ക്. കാരണം നിന്റെ ഇന്നത്തെ മരണം നീ നീക്കി മുൻപോട്ട് പോവുകയാണെന്നുണ്ടെങ്കിൽ നിന്നെ ഉയർത്തുന്ന ദൈവം നിന്നോടൊപ്പമുണ്ട്. നിന്നെ ഉയർത്തി മാനിക്കുന്ന ദൈവമുണ്ട്. നീ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടത നീക്കുന്ന ദൈവമുണ്ട്. ഹല്ലേലൂയ. നിരാശയോടെ കണ്ണുനീരോടെ എനിക്ക് ഈ ജീവിതം മടുത്തു, എനിക്കിനി വയ്യ ഇങ്ങനെ ജീവിക്കാൻ എന്ന് പറഞ്ഞ് എന്നെ എത്രയും വേഗം അങ്ങ് എടുക്കണമേ എന്ന് പറഞ്ഞ് നിരാശയോടെ ആരെങ്കിലും ആയിരിക്കുന്നെങ്കിൽ ഹല്ലേലൂയ, നിങ്ങളെ എടുക്കാനുള്ള സമയമായിട്ടില്ല. കാരണം നീ ആ മുഖത്ത് നോക്കേണ്ട സമയമാ. നീ ആ നാമം ഉയർത്തേണ്ടവനാ. നീ ആ നാമം ഉയർത്തേണ്ടവളാ. ഹല്ലേലൂയ. ഒരു സാക്ഷ്യമായി ഹല്ലേലൂയ. യഹോവേ, എനിക്ക് നന്മ ചെയ്തിരിക്കൊണ്ട് ഞാൻ അവന് പാട്ടുപാടും. ഹല്ലേലൂയ. നിന്റെ മരണം മാറുമ്പോൾ, നിന്റെ മേൽ വരുന്ന നന്മ വരുമ്പോൾ, നിന്റെ കഷ്ടത മാറുമ്പോൾ നീ തുള്ളിച്ചാടി ഉല്ലസിച്ച് പാട്ടുപാടുമെന്നേ. നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ലെന്നേ. ഹല്ലേലൂയ. നിനക്ക് അടങ്ങിയിരിക്കാൻ കഴിയുകയില്ല. കാരണം എത്ര വലിയവനായ ദൈവമാ നിന്നോടൊപ്പം ഉള്ളതെന്ന് നീ തിരിച്ചറിയും. ഹല്ലേലൂയ. ഹല്ലേലൂയ. നീ തിരിച്ചറിയും. ഹല്ലേലൂയ. ഈ പ്രതിസന്ധി നിന്റെ മേൽ വന്നിരിക്കുന്നത് നീ നിന്റെ ദൈവത്തെ അറിയാനാ. ഈ കഷ്ടത നിന്നോടൊപ്പമുള്ളത് നീ ദൈവത്തെ അറിയാനാ. നിന്റെ ഈ കണ്ണുനീരിപ്പോ നീ ഒഴുകുന്നെങ്കിൽ അത് ഈ ദൈവത്തെ അറിയാനാ. ഹല്ലേലൂയ. സന്തോഷത്തോടെ ഉല്ലസിച്ച് പാട്ടുപാടി ആ നാമത്തെ ഉയർത്തുവാൻ വേണ്ടിയാ ഇന്നത്തെ എൻ്റെ കഷ്ടത. ഹല്ലേലൂയ. പ്രിയജനമേ, ഈ കഷ്ടത നീങ്ങിപ്പോവും, ഈ കണ്ണുനീര് നീങ്ങിപ്പോവും. പക്ഷേ നിന്നോടൊപ്പമുള്ള ദൈവം നിന്നെ വിട്ട് ഒരിക്കലും നീങ്ങിപ്പോവുകയില്ല. നിന്നെ കരുതുന്ന അപ്പൻ നിന്നെ വിട്ട് ഒരിക്കലും മാറി നിൽക്കുകയില്ല. നിന്നെ നോക്കിയിരിക്കുന്ന അപ്പൻ നിന്റെ ഒരിക്കൽ പോലും കണ്ണടച്ച് മയങ്ങുകയില്ല. ഹല്ലേലൂയ. അത്രത്തോളം നിന്നെ കാത്തു പരിപാലിക്കുന്ന കൃപ, അത്രത്തോളം നിന്നെ നടത്തുന്ന കൃപ നമുക്ക് ദൈവസന്നിധിയിൽ ഒരുമിച്ച് താഴ്ത്തി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം. അപ്പനെ, ഞങ്ങൾക്ക് തന്ന വചനപ്രകാരം ആമേൻ കർത്താവേ, ആ വചനത്തിൽ നിന്നും ആമേൻ കർത്താവേ ശക്തി പ്രാപിക്കുവാൻ തക്കവണ്ണം ഞാൻ ഇന്ന് അനുഭവിക്കുന്ന കഷ്ടതയിൽ നിന്നും, എൻ്റെ ദാരിദ്ര്യത്തിൽ നിന്നും ആമേൻ കർത്താവേ, ഞാൻ മരണത്തെ മുഖാമുഖം നോക്കി കണ്ടുകൊണ്ടിരിക്കുന്നു. ആ മരണഭീതിയിൽ നിന്നും എന്നെ നീക്കണമേ കർത്താവേ. ആമേൻ അപ്പ, ഈ മരണനിദ്ര പ്രാപിക്കാതെ ശത്രുക്കളുടെ മുൻപിൽ ആമേൻ കർത്താവേ എനിക്ക് വിജയമോത്തോടെ നിൽക്കുവാൻ തക്കവണ്ണം, ശത്രുക്കളുടെ മുൻപിൽ എൻ്റെ അപ്പൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം ഹല്ലേലൂയ. നിന്ദിക്കപ്പെട്ടവരുടെ മധ്യേ ഹല്ലേലൂയ, നിന്ദിതരുടെ മധ്യേ ഹല്ലേലൂയ, പീഡിപ്പിച്ചവരുടെ മധ്യേ ഹല്ലേലൂയ, തല ഉയർത്തി അപ്പൻ്റെ നാമം ഉയർത്തുവാൻ തക്കവണ്ണം എന്നെ കരുതണമേ കർത്താവേ. ഇന്നത്തെ എൻ്റെ കഷ്ടതയും ഈ ദാരിദ്ര്യം, ഞാൻ അനുഭവിക്കുന്ന ഈ വേദനയിൽ നീക്കണമേ കർത്താവേ. രോഗത്തിലായി ഭാരപ്പെട്ടിരിക്കുന്നവരുടെ കർത്താവേ, രോഗശൈലിയിൽ നിന്ന് ആമേൻ കർത്താവ് വിടുതല ചെയ്യണമേ കർത്താവേ. അപ്പന് വേണ്ടി പ്രയോജനപ്പെടുവാൻ തക്കവണ്ണം, അപ്പനോടൊപ്പം ചേർന്ന് നിൽക്കുവാൻ തക്കവണ്ണം ആമേൻ കർത്താവേ, രക്തത്താലും വചനത്താലും മുദ്രയിട്ട് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നടുവിൻ്റെ വേദനയുടെ ഭാരങ്ങളാൽ കണ്ണുനീരോടെ എഴുന്നേൽക്കാൻ കഴിയാതെ വളരെ മുറുകി അനുഭവിക്കുന്ന വേദനയോടെ ആയിരിക്കുന്നവരുടെ കർത്താവേ, അതിനപ്പൻ വിടുതല ചെയ്യണമേ കർത്താവേ, വിടുതല ചെയ്യണമേ കർത്താവേ. വിശ്വാസത്തോടെ നീ ആ വചനം ഏറ്റു പറയുമ്പോൾ അപ്പന ആ ഹൃദയത്തിൽ ഏൽക്കണമേ കർത്താവ്. നന്ദിയോടെ പ്രാർത്ഥിക്കുന്നു കർത്താവേ. ഈ ദിവസം ഞങ്ങൾക്ക് തന്നതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങൾക്ക് ഇനിയും അങ്ങേ പാടി പുകഴ്ത്തുവാൻ, ഇനിയും അങ്ങേ പാടി സ്തുതിക്കുവാൻ, ഇനിയും വചനത്തോടെ നിൽപ്പാൻ തക്കവണ്ണം അടിയനെയും കൃപ ചെയ്യണമേ, അടിയനെയും ബലപ്പെടുത്തണമേ. ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. പ്രൈസർ ഫാമിലി ഗ്ലോബൽ മിനിസ്ട്രിയുടെ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചകളിലും രാവിലെ 10 മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും രാവിലെ 11 മണി മുതൽ ഉപവാസ പ്രാർത്ഥനയും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും. ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു. നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക. പ്രൈസർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിൻ്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട്. നേരിട്ട് ആരാധനയിൽ സംബന്ധിക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ തിരുവനന്തപുരം ജില്ലയിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമൂല ചാമവിളയിലെ പ്രൈസർ ഫാമിലി ഗ്ലോബൽ വർഷിപ്പ് സെന്ററിലേക്ക് കടന്നു വരിക. നിങ്ങളുടേതായ ഒരു വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിങ്ങിനുമായി കോൺടാക്ട് ചെയ്യുക. പാസ്റ്റർ രതീഷ് JS, മൊബൈൽ നമ്പർ 8921632290.
സിസ്റ്റർ വിജി രതീഷ്, മൊബൈൽ നമ്പർ 7561838946. നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും പ്രേഷർ ഫാമിലിയുടെ പ്രവർത്തനങ്ങളിൽ പങ്കാളികളായി കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട്. പ്രാർത്ഥനയോടെ വിളിക്കുക.